Hello guys, welcome to Travel Vandi and welcome to Quebec City. നമ്മളിന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാനഡയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്രോവിൻസ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ടൂറിസം മേഖലയിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ ക്വിബെക് സിറ്റിയിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര. ക്വിബെക് എന്ന് പറയുന്ന ഈ പ്രോവിൻസിലെ ഏറ്റവും വലിയ സിറ്റി ആയിട്ടുള്ള മോൺട്രിയൽ അങ്ങനെയൊക്കെയാണ് ഫ്രഞ്ചിൽ പറയാം. ഈ മോൺട്രിയൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 250 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് കേട്ടോ ഈ പറയുന്ന ക്വിബെക് സിറ്റി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 3 മണിക്കൂർ നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ക്വിബെക് സിറ്റിയിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ക്വിബെക് എന്ന് പറയുന്ന പ്രോവിൻസിന്റെ ക്യാപിറ്റൽ കൂടിയാണ് കേട്ടോ ക്വിബെക് സിറ്റി. അതുപോലെ തന്നെ ഈ സിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയിലെ യൂറോപ്പ് എന്നൊരു എന്താ പറയുക ടാഗ് ലൈൻ കൂടി ഉണ്ട് കേട്ടോ ഈ പറയുന്ന സിറ്റിക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുന്നേ ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്നു ഈ പറയുന്ന ക്വിബെക് എന്ന് പറയുന്ന പ്രോവിൻസ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ 100% ആളുകളും ഫ്രഞ്ച് സംസാരിക്കുന്ന ആളുകളാണ്. ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ട്, പക്ഷേ കമ്മ്യൂണിക്കേഷനും വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഒക്കെ അവിടുത്തെ ഫ്രഞ്ചാണ് കാര്യമായിട്ട്. മോൺട്രിയലിലെ ഒരു ട്രാവൽ കമ്പനി വഴിയാണ് കേട്ടോ നമ്മൾ പാക്കേജ് എടുത്തിട്ടാണ് ഈ പറയുന്ന ക്വിബെക് എന്ന് പറയുന്ന സിറ്റിയിലേക്ക് പോകുന്നത്. നമുക്ക് ബൈ ട്രെയിൻ വേണമെങ്കിലും പോവാം. അതും ഏകദേശം 4 മണിക്കൂർ 3.5 മണിക്കൂറൊക്കെ എടുക്കും സമയം. നമ്മൾ ഈ പറയുന്ന പോലെ ട്രാവൽ കമ്പനിയുടെ ബസ് വഴിയാണ് നമ്മൾ പോയത്. അത്യാവശ്യം ഒരു 10-50ഓളം ആൾക്കാരുണ്ടായിരുന്നു നമ്മളെ കൂടെ. ഒരു ഗ്രൂപ്പായിട്ടാണ് ട്രാവൽ ഗൈഡും കാര്യങ്ങളൊക്കെ അവരെന്നെ സെറ്റ് ചെയ്ത്. സത്യം പറഞ്ഞാൽ ഒരു യൂറോപ്യൻ സ്റ്റൈൽ വേ ഓഫ് സ്റ്റൈലാണ് കേട്ടോ ഇവിടെ കംപ്ലീറ്റ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഫുഡ് ഒരു യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇവർ ഫോളോ ചെയ്യുന്നത്. പിന്നെ ഈ ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ ഈ ഫ്രാൻസിൽ പാരീസിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു പ്രത്യേക തരം എന്താ പറയുക ഒരു ക്രാഫ്റ്റോട് കൂടി ചെയ്ത ബിൽഡിങ്ങുകളും ഒരു ആർട്ടോട് കൂടി ചെയ്ത കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഈ ലാൻഡ്സ്കേപ്പുകളൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു യൂറോപ്യൻ സ്റ്റൈലാണ് നമുക്ക് ഫീൽ ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒഫീഷ്യൽ ലാംഗ്വേജ് ഫ്രഞ്ചാണ്. മൊത്തത്തിലൊരു യൂറോപ്യൻ സ്റ്റൈലാണ് എനിക്ക് ഫീൽ ചെയ്തത്. വർഷത്തിൽ ഏകദേശം 11 മുതൽ 13 മില്യൺ ആളുകളാണ് ഈ പറയുന്ന സിറ്റിയിൽ വന്നിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് അവരുടെ വെക്കേഷൻ ആഘോഷമാക്കി അവർ തിരിച്ചു പോകുന്നത്. നിങ്ങൾ ഈ കാണുന്നത് മോണ്ട് മൊറൻസി എന്ന് പറയുന്നൊരു വലിയൊരു വാട്ടർഫോളാണ് കേട്ടോ. അതായത് നയഗ്ര ഫോൾസിനെക്കാട്ടും ഏകദേശം 30 മീറ്റർ, അതായത് 100 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വീതി കൊണ്ടല്ല, ഉയരം കൊണ്ട്. ഇതിൻ്റെ മൊത്തം ഉയരം എന്ന് പറയുന്നത് 83 മീറ്റർ ആണ് കേട്ടോ. അതായത് 270. നമുക്ക് ഈ വാട്ടർഫോളിൻ്റെ വിഷ്വലി ശരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആംഗിളിൽ നിന്ന് നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മുകളിലായിട്ട് അവർ ബ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് അതിൻ്റെ ഒരു സ്കൈ വ്യൂ ശരിക്കും ക്ലിയർ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ റോപ്പ് വേ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലൂടെ കയറിയിട്ട് ഇതിൻ്റെ ഒരു വാട്ടർഫോളിൻ്റെ മനോഹരമായിട്ടുള്ള വിഷ്വൽ കാണാൻ പറ്റും. അതുപോലെ സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് അവിടെ അധികം സമയം നിൽക്കാനുള്ള സമയം ഈ പറയുന്ന ട്രാവൽ കമ്പനി തന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് ക്വിബെക് സിറ്റിയിലെത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് ആകെ ഒരു 1 ഡേ മാത്രമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ജസ്റ്റ് ആ വാട്ടർഫോളൊക്കെ ഒന്ന് കണ്ട് തിരിച്ച് നമ്മൾ ബസ്സിലേക്ക് വരികയാണുണ്ടായി. അപ്പോൾ ഗൈസ് നമ്മളിതാ ക്വിബെക്കിലെ ഓൾഡ് സിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നു. വളരെ ചരിത്രപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഒരുപാട് പ്രത്യേകതകളുള്ളൊരു എന്താ പറയുക പഴയൊരു ഫ്രഞ്ച് സിറ്റിയാണ് ഈ പറയുന്ന ക്വിബെക്. ഈ കാണുന്ന ആളാണ് കേട്ടോ നമ്മൾ ട്രാവൽ ഗൈഡ്. പുള്ളിക്കാരൻ ഏകദേശം ഒരു 76-77 വയസ്സുണ്ടെന്നാണ് പറഞ്ഞത്. പേര് ഞാൻ മറന്നുപോയി. പക്ഷേ പുള്ളിക്കാരൻ അവിടെ ക്വിബെക്കിൽ ജനിച്ച് വളർന്ന് അവിടെ ജീവിക്കുന്ന ആളാണ്. അതിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ആളാണ്. ഉപരി നമ്മൾ ഓരോരോ എന്താ പറയുക സ്പോട്ടിൽ എത്തുമ്പോഴും ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ചരിത്രവും അതുമായി കണക്ട് ചെയ്തിട്ടുള്ള ഓരോ കഥകളും ഒരു എന്താ പറയുക ഒരു മുത്തശ്ശി കഥ പോലെ നമുക്കിങ്ങനെ പറഞ്ഞു തരികയായിരുന്നു. അത് വളരെ രസമായിരുന്നു കേൾക്കാനും. അയാളൊരു സ്റ്റൈലും ഒരു പ്രസൻറ്റേഷനും വോയിസ് മോഡുലേഷനൊക്കെ. നിങ്ങൾ ഈ കാണുന്ന കെട്ടിടങ്ങളുണ്ടല്ലോ, അതൊരു പ്രത്യേകതരം എന്താ പറയുക ക്വിബെക് സ്റ്റൈലാണ് കേട്ടോ. കാരണം നമുക്ക് മറ്റ് പ്രോവിൻസുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റൈൽ നമുക്ക് കാണാൻ കഴിയില്ല. ഒരു എന്താ പറയുക വാൻകൂവർ, അതുപോലെ തന്നെ ടൊറൻറ്റോ, ബ്രിട്ടീഷ് കൊളംബിയ പോലുള്ള പ്രോവിൻസുകളിലൊക്കെ ഒരു ടിപ്പിക്കൽ കനേഡിയൻ സ്റ്റൈൽ അല്ലെങ്കിൽ US അമേരിക്കൻ സ്റ്റൈൽ ഓഫ് ബിൽഡിംഗ് ഒക്കെയാണ് നമുക്കവിടെ കാണാൻ കഴിയുക. ഇത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു ഫ്രഞ്ച് സ്റ്റൈലാണ്. നിങ്ങൾ ഈ കാണുന്ന ഈ മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്, അതായത് 3-4 കെട്ടിടത്തിൻ്റെ ഉയരത്തിലാണ് ഈ ഒരു പെയിൻറ്റിങ് ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ക്വിബെക്കിൻ്റെ ചരിത്രമാണ് കേട്ടോ അവരവിടെ എന്താ പറയുക ഒരു ആനിമേഷൻ രൂപത്തിൽ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് ക്വിബെക്കിലെ ആദ്യത്തെ സ്കൂള്, അതുപോലെ തന്നെ നഴ്സിംഗ് ഹോം, ആദ്യത്തെ സഞ്ചാരി ആരാണോ ക്വിബെക്കിലേക്ക് വന്നത്
അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും പെയിന്റിംഗ് രൂപത്തിൽ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഈ ഒരു പഴയ ക്യുബെക് നഗരം ശരിക്ക് എന്താ പറയുക, കണ്ട് ആസ്വദിക്കാൻ തന്നെ ഉള്ള ഒരുപാട് കാര്യങ്ങളിവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഓരോ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോഴും ഒരുപാട് എന്താ പറയുക, ഈ സംഗീത ഉപകരണങ്ങൾ വായിക്കുന്ന ഒരുപാട് കലാകാരന്മാരെ നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഷോപ്പുകളും സുവനീർ ഷോപ്പുകളും പിന്നെ ഈ കെട്ടിടങ്ങളുടെ അതിമനോഹരമായ കാഴ്ചകളും, അങ്ങനെ നമുക്ക് ആ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ എന്താ പറയുക, നല്ല ഒരു റിലാക്സിങ് മൂഡിൽ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് പോകാവുന്ന ഓരോ തെരുവുകളും വീതികളൊക്കെയാണ് കേട്ടോ ഈ ക്യുബെക്കിൽ പൊതുവേ ഉള്ളത്. നമ്മളിനി പോകുന്നത് ക്യുബെക്കിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദി മോസ്റ്റ് ഐക്കോണിക് ലാൻഡ്മാർക്ക് ആയിട്ടുള്ള, അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടലുകളിൽ ഒന്നായിട്ടുള്ള, അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ തവണ ആളുകൾ ഫോട്ടോഗ്രാഫിക്കിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൊരു വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് ഹോട്ടലിലേക്കാണ് കേട്ടോ. ഇതിൻ്റെ പേരൊരു എന്താ പറയുക, ഒരു അത്ഭുതമായ പേരാണ് കേട്ടോ. ഫ്രഞ്ചാണ് സംഭവം, എന്നാലും ഞാൻ പറയാൻ ശ്രമിക്കാം. ഫെയർമോണ്ട് ലൂ ഷാറ്റോ ഫോണ്ടാനെക്, അങ്ങനെയാണ് ഈ ഹോട്ടലിൻ്റെ പേര്. 1893 കേട്ടോ ഈ ഹോട്ടൽ ശരിക്ക് നിർമ്മിച്ചത്. അതുപോലെ തന്നെ ഈ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ ഇടം നേടിയ ക്യുബെക് എന്ന് പറയുന്ന ഈ പഴയ സിറ്റിയുടെ മനോഹരമായിട്ടുള്ള വ്യൂ നമുക്ക് ഈ ഹോട്ടലിൻ്റെ എന്താ പറയുക മുകളിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്യുബെക് നഗരത്തിനോട് ചേർന്ന് ഒഴുകുന്ന ഒരു മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നദിയുണ്ട്, സെൻറ്റ് ലോറൻസ് റിവർ എന്നാണ് അതിന് പറയുക. ആ നദിയുടെ റിവറിൻ്റെ മനോഹരമായിട്ടുള്ള വ്യൂ നമുക്ക് ഈ ഹോട്ടലിൻ്റെ എന്താ പറയുക ഈ വരാന്തകളിൽ നിന്നും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ മുറ്റത്ത് നിന്നും നമുക്ക് മനോഹരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഫെറികൾ വരുന്നതും ഷിപ്പുകൾ വരുന്നതും അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് ശരിക്കും നമുക്ക് ഈ ഹോട്ടലിൻ്റെ മുന്നിൽ നിന്നും നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഹോട്ടലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വേൾഡ് വാറിൻ്റെ ഒക്കെ സമയത്ത് ലോകരാജ്യങ്ങൾ തമ്മിലുള്ള എന്താ പറയുക മീറ്റിങ്സുകളൊക്കെ നടത്തിയിരുന്നത് ഈ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഹോട്ടലുണ്ട്. സത്യത്തിൽ ഇതൊരു ഹോട്ടലാണെങ്കിലും ശരിക്കും ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുമ്പോൾ ഒരു കാസലിൻ്റെ ഒക്കെ ഒരു ലുക്കാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക ഈ ഫ്രഞ്ച് കാസലുകളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സ്റ്റൈലാണ് ശരിക്കും. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ അതിൻ്റെ കോറിഡോർസൊക്കെ മുറ്റം ഒക്കെ കംപ്ലീറ്റ് വുഡാണ്. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്, നമുക്ക് നടന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന എന്താ പറയുക ഒരു മനോഹരമായിട്ടുള്ളൊരു സെറ്റപ്പാണ്. അതുപോലെ തന്നെ ഈ ഹോട്ടലിന് ഉപയോഗിച്ചിരിക്കുന്ന പ്രത്യേക രീതിയിലുള്ള കല്ലുകളും അതുപോലെ തന്നെ അതിൻ്റെ ഗോപുരം പോലുള്ള റൂഫിങ്ങുകളും ഒരുപാട് സ്റ്റാച്ചുകളും അങ്ങനെ മൊത്തത്തിലൊരു എന്താ പറയുക ഒരു വാവ് ഫീൽ വരുന്നൊരു അടിപൊളി എന്താ പറയുക ആർക്കിടെക്റ്റ് ആയിട്ടാണ് നമുക്ക് തോന്നി. ഒരു ക്രാഫ്റ്റോട് കൂടിയാണ് ഈ സംഭവം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഹോട്ടലിലേക്ക് ഈ കാണുന്ന ലിഫ്റ്റ് വഴിയും വരാം കേട്ടോ. നമ്മൾ സ്റ്റെപ്പ് കയറിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്, അല്ലാണ്ട് നമ്മൾ ഈ ലിഫ്റ്റ് വഴിയും വരാൻ കഴിയും. $5 കനേഡിയൻ ഡോളറാണ് നമ്മളിവിടെ പേ ചെയ്യേണ്ടത്. 2 മിനിറ്റ് കൊണ്ട് നമുക്ക് താഴെ എത്താൻ കഴിയും. അതുപോലെ തന്നെ മുകളിലേക്ക് വരും. ഈ പറയുന്ന ലിഫ്റ്റും ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനുകളിൽ ഒന്നാണ് കേട്ടോ. കാരണം നമ്മൾ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞ ലോറൻസ് നദിയുടെ ഒരു മനോഹരമായിട്ടുള്ളൊരു വ്യൂ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളത്. നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി താഴെ വന്നപ്പോൾ കണ്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. ഇത് കുറേ നല്ല വർണ്ണക്കുടകൾ അവർ ഡെക്കറേഷനാക്കി എന്താ പറയുക ഈ ടൗണിൻ്റെ ഒരു സ്ട്രീറ്റിൽ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നമ്മളെ സമ്മറിൻ ബത്ലഹേമിലെ ചൂളമടിച്ച് കറങ്ങി നടക്കും എന്നുള്ള പാട്ടുണ്ടല്ലോ, അതാണ് കേട്ടോ എനിക്ക് എൻ്റെ ഓർമ്മയിലേക്ക്. അതുപോലെ തന്നെ ഞാൻ അവിടെ എത്തിയത് ഈ ഹലോയിൻ എന്ന് പറയുന്ന നോർത്ത് അമേരിക്കയിലെ ഭയങ്കരമായിട്ടുള്ളൊരു സെലിബ്രേഷൻ നടക്കുന്ന ഒരു സമയത്താണ് കേട്ടോ. ഹലോയിൻ വീക്കിലാണ് ഞാനവിടെ എത്തിയത്. അപ്പോൾ അവിടുത്തെ ടൗൺ ഓർഗനൈസ് ചെയ്തൊരു ഹലോയിൻ സെലിബ്രേഷനും പാർട്ടിയും ഘോഷയാത്രകളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അതും ഒരു മനോഹരമായിട്ടുള്ളൊരു ഓർമ്മയായി, കാഴ്ചയായി. നമ്മൾ ഈ ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ കുട്ടികളെ കൃഷ്ണനായിട്ടും അതുപോലെ തന്നെ മറ്റു പല രൂപങ്ങളൊക്കെ കിട്ടിയിട്ട് ഘോഷയാത്ര ആയിട്ടൊക്കെ പോകുമല്ലോ. അതുപോലെ തന്നെ ഉത്സവത്തിനൊക്കെ ഈ ദേവലോകം കളി അങ്ങനത്തെ ഒക്കെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് എനിക്ക് ആ സമയത്ത് ഓർമ്മ വന്നത്. എന്തായാലും എന്താ പറയുക എനിക്ക് ആ സമയത്ത് നമ്മളെ നാട്ടിലെ ഉത്സവങ്ങളും പള്ളിപ്പെരുന്നാളുകളൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക ഫ്ലാഷ് ബാക്ക് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പ്രോഗ്രാംസുകളൊക്കെ അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ എന്താ പറയുക ദിവസമുള്ളതിനേക്കാളും കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. സ്ട്രീറ്റുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടും അതുപോലെ തന്നെ ഈ പറയുന്ന ഘോഷയാത്രേൻ്റെ കൂടെ നടക്കാനുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് പോകുന്നതും പിന്നെന്താ പറയുക വഴിയോര കച്ചവടങ്ങളും അങ്ങനെ മൊത്തത്തിലൊരു ഉത്സവം പോലെയായിരുന്നു കേട്ടോ ആ സമയത്ത്.